ബ്രെയിനി ബ്രൈറ്റ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ PYQ സെക്ഷൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഒരു PYQ സെക്ഷൻ ആദ്യം ഇട്ടിരുന്നു, ഫസ്റ്റ് പാർട്ട് ഇട്ടിരുന്നു. അത് കാണാത്തവരൊക്കെ നമ്മളെ ഈ ഒരു വീഡിയോൻ്റെ താഴെയുള്ള ലിങ്ക് വഴി ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരണേ. ആ ഒരു വീഡിയോക്ക് നല്ലൊരു കമൻറ്റും റിയാക്ഷൻസൊക്കെ കണ്ടു. ഒരുപാട് വീഡിയോസ് ഇനിയും ചെയ്യാനാണ് നിങ്ങളെ ഒരു നിർദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇന്ന് മുതൽ നമ്മൾ SCRT ചാലഞ്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്ത് പോവുക. ഒരു ദിവസം 3 ക്ലാസ്സാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതൊക്കെ കറക്റ്റ് ഫോളോ ചെയ്ത് പഠിച്ച് സെറ്റായി നല്ലൊരു സർക്കാർ ജോലി എല്ലാവർക്കും ലഭിക്കട്ടെ. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോയാലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. LDC 2021 മെയിൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു PYQ എടുക്കുന്ന പോലെ അല്ല എടുക്കുന്നത്. എന്താ ചെയ്യുന്നത്, ഒരു ക്വസ്റ്റ്യൻ എടുക്കുക, ആ ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്യുന്ന എല്ലാ റിലേറ്റഡ് ഫാക്ട്സും, ആ ഒരു ക്വസ്റ്റ്യനായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ഫാക്ട്സും പഠിച്ചു പോവുകയാണ്. അപ്പോൾ എന്താ, ആ ഒരു ക്വസ്റ്റ്യന് വരുന്ന ടോപ്പിക്ക് കവർ ചെയ്യുകയാണ് നമ്മൾ. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കഴിയുമ്പോൾ PSCൻ്റെ ഏകദേശം സിലബസ് എന്ത് ചെയ്യും, നമ്മൾ കവർ ചെയ്യും. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് അങ്ങനെ എല്ലാം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടും കവർ ചെയ്യുകയാണ്. എല്ലാ ദിവസവും PYQൻ്റെ ക്ലാസ്, ഡെയിലി CAൻ്റെ ക്ലാസ്, അതുപോലെ നിങ്ങൾക്ക് SCRTൻ്റെ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം യൂസ്ഫുൾ ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ 3 ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും 3 ടോപ്പിക്സാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ, 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് ഈ വീഡിയോൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരിക കേട്ടോ. അല്ലെങ്കിൽ ഇത് കണ്ടതിന് ശേഷമെങ്കിലും അത് പോയിട്ട് കാണുക, നോട്ട് ചെയ്ത് പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇതിൻ്റെ എക്സാം വെക്കും. ആ എക്സാം എഴുതാൻ നമ്മുടെ ടെലഗ്രാം ചാനലിലൊന്ന് ജോയിൻ ചെയ്യുക. ലിങ്കൊക്കെ ഇതാ ഫസ്റ്റ് കമൻറ്റ് പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് കൊടുത്തത് നോക്കൂ, മൈത്രി, ഭാരതി, ഹിമാദ്രി, ദക്ഷിണ ഗംഗോത്രി. അപ്പോൾ ഏതാണ് ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം? ഓപ്ഷൻ D ആണ്, ദക്ഷിണ ഗംഗോത്രി. ഏതാണ്? ഓപ്ഷൻ D, ദക്ഷിണ ഗംഗോത്രി. അതാണ് കേട്ടോ ആൻസർ വരുന്നത്, ഓർത്തിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കായിട്ട് കവർ ചെയ്താലോ, സെറ്റാക്കാം. നമുക്ക് കോഡൊക്കെ ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് പഠിച്ചു പോയാലോ. ചിത്രങ്ങളൊക്കെ കാണിച്ച് നമുക്ക് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് എന്ന് പറയുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ വഴി അന്റാർട്ടിക്കയിലേക്കൊന്ന് പോയി വന്നാലോ. നിങ്ങളെല്ലാവരും റെഡി അല്ലേ? അപ്പോൾ എന്താണ് അന്റാർട്ടിക്, എന്താണ് ആർട്ടിക്, അതേപോലെ ഇവിടെ വരുന്ന ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്, ആരാണ് ഇത് ആദ്യം കണ്ടുപിടിച്ചിട്ടുള്ളത്, ആരവിടെ ആദ്യം കാല് കുത്തിയിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അന്റാർട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഭൂമിയുടെ ദക്ഷിണ ധ്രുവത്തിലാണ് അന്റാർട്ടിക്ക സ്ഥിതി ചെയ്യുന്നത്. ആർട്ടിക്കിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള പ്രദേശമായതിനാലാണ് അന്റാർട്ടിക്ക എന്നൊരു പേര് ഈ ഒരു ഭൂഖണ്ഡത്തിന് കിട്ടിയിട്ടുള്ളത്. ഓർത്തിരിക്കുക, ഭൂമിയിൽ എത്ര ഭൂഖണ്ഡമുണ്ട്? 7 ഭൂഖണ്ഡങ്ങളാണുള്ളത്. ആ ഭൂഖണ്ഡങ്ങളിൽപ്പെട്ട ഒരു ഭൂഖണ്ഡമാണ് നമ്മൾ അന്റാർട്ടിക്ക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ പിക്ചർ നോക്കൂ. ഭൂമിയുടെ ദക്ഷിണ ധ്രുവത്തിലാണ് അന്റാർട്ടിക്ക സ്ഥിതി ചെയ്യുന്നത്. കണ്ടില്ലേ, ഞാൻ വരക്കുന്നുണ്ട്, കാണുന്നുണ്ടെന്ന് വിചാരിക്കൂ. അന്റാർട്ടിക്ക. അപ്പം നോക്കട്ടെ, ആർട്ടിക് മുകളിലാണ്, അന്റാർട്ടിക്ക താഴെയാണ്. അപ്പോൾ ചില കുട്ടികൾക്കൊന്നും, ചില ആളുകൾക്ക് എവിടെയാണ് ഈ ആർട്ടിക്ക, എവിടെയാണ് അന്റാർട്ടിക്ക എന്നുള്ളത് എപ്പോഴും കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അത് മാറാൻ ഞാൻ ഒരു കോഡ് പറഞ്ഞിട്ടേ. ആൻഡ് എന്ന് ഓർക്കുക. ഈ അന്റാർട്ടിക്ക എങ്ങനെ ഇതാ, ആൻഡ് അന്റാർട്ടിക്ക. അപ്പോൾ ഫസ്റ്റ് ആൻഡ് എന്നല്ല വരുന്നത്. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഉറുമ്പാണല്ലോ. ഉറുമ്പ് താഴെ കൂടെ അല്ലേ ഓടി നടക്കുക, ചാടി നടക്കുക. ഉറുമ്പ് താഴെ കൂടെയാണ് നടന്നു പോവുക. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യല്ലോ. ആൻഡ് താഴെയിലൂടെയാണ്. അപ്പോൾ താഴെയുള്ള പ്രദേശമാണ് ഇത്, അന്റാർട്ടിക്ക. ദക്ഷിണ ധ്രുവത്തിൽ, ഭൂമിയുടെ ദക്ഷിണ ധ്രുവത്തിലുള്ളതാണ് അന്റാർട്ടിക്ക. ഉത്തര ധ്രുവത്തിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഇത്, ആർട്ടിക്ക. ആർട്ടിക്കക്ക് ഓപ്പോസിറ്റുള്ള പ്രദേശമാണ്, ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. നമ്മുടെ ഭൂമിയിൽ 7 ഭൂഖണ്ഡങ്ങളാണുള്ളത്. ആ 7 ഭൂഖണ്ഡങ്ങളിൽപ്പെട്ട ഒരു ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. സെറ്റാണല്ലോ. അപ്പോൾ ഏതൊക്കെയാ 7 ഭൂഖണ്ഡങ്ങൾ നോക്കിയാലോ.
ഓക്കെ, നിങ്ങൾക്ക് ഇതാ പിക്ചറിൽ കാണുന്നുണ്ട്. ഒന്നാമത്തെ ഭൂഖണ്ഡം ഏതാ? നമ്മളെ നോർത്ത് അമേരിക്ക. രണ്ടാമത്തേത് സൗത്ത് അമേരിക്ക. നോർത്ത് അമേരിക്ക ഉണ്ട്, സൗത്ത് അമേരിക്ക ഉണ്ട്. മൂന്നാമത്തേത് ആഫ്രിക്ക. നാലാമത്തെ യൂറോപ്പ്. അഞ്ചാമത്തേത് ഏഷ്യ. ആറാമത്തേത് ഓസ്ട്രേലിയ. ഏഴാമത്തേത് ഏതാണ്? നമ്മളെ അന്റാർട്ടിക്ക. നമ്മളിപ്പോഴത്തെ താരം അന്റാർട്ടിക്കയാണ്. ഓക്കെ, സെറ്റാണല്ലോ. അപ്പോൾ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാ? ഏഷ്യ ഭൂഖണ്ഡമാണ് ഏറ്റവും വലിയ ഭൂഖണ്ഡം. അത് ഓർത്തിരിക്കുക. ഏഷ്യ ഭൂഖണ്ഡം, നമ്മളെ ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യ ഭൂഖണ്ഡമാണ് ഏറ്റവും വലിയ ഭൂഖണ്ഡം. അപ്പോൾ 7 ഭൂഖണ്ഡങ്ങളാണുള്ളത്. ആ 7 ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെയെന്ന് നമ്മൾ പറഞ്ഞു. നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. സെറ്റാണല്ലോ. ഇനി നമുക്ക് അന്റാർട്ടിക്കയിലേക്കൊന്ന് പോയാലോ? വർഷത്തിൽ കൂടുതൽ ദിവസവും മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളാണ് ആർട്ടിക്കയും അന്റാർട്ടിക്കയും. ഓർത്തിരിക്കണം, വർഷത്തിൽ കൂടുതൽ ദിവസവും പകുതി ദിവസവും എന്താണ് ഇവിടെ മുഴുവനായിട്ടും മഞ്ഞ് മൂടിയ പ്രദേശമാണ് ആർട്ടിക്കയും അന്റാർട്ടിക്കയും. അതൊന്ന് അമേരിക്കക്കാരനായ മെർസാറ്റർ കൂപ്പർ എന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് അന്റാർട്ടിക്കയിൽ കാലുകുത്തുന്നത്. എല്ലാവരും ഒന്ന് ഓർത്തിരിക്കണേ. ആരാണ്? അമേരിക്കക്കാരനായ മെർസാറ്റർ കൂപ്പർ. അദ്ദേഹത്തെ ഒന്ന് കണ്ടാലോ? അമേരിക്കക്കാരനായിട്ടുള്ള മെർസാറ്റർ കൂപ്പറാണ് അന്റാർട്ടിക്കയിൽ ആദ്യമായിട്ട് കാലുകുത്തുന്നത്. ഞാൻ പറഞ്ഞു, നമ്മളെ ആർട്ടിക്കയുടെ നോർത്ത് പോളിലാണ് ആർട്ടിക്കയുള്ളത്. ഈ നോർത്ത് പോളിൻ്റെ എതിർവശത്താണ് അന്റാർട്ടിക്കയുള്ളത്. അതുകൊണ്ട് തന്നെ അന്റാർട്ടിക്ക എന്ന് പേര് വരാൻ കാരണം അതാണ്. നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. സൗത്ത് പോളിലാണ് അന്റാർട്ടിക്കയുള്ളത്. ആഗോള താപനത്താൽ അന്റാർട്ടിക്കയിലുള്ള മഞ്ഞുപാളികൾ ഉരുകി എന്താവുന്നുണ്ട്? ജലാശയങ്ങളാവുന്നുണ്ട്. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ എന്തൊക്കെയാണ് അന്റാർട്ടിക്കൻ്റെ പ്രത്യേകത? ഭൂമിയിലെ ഏറ്റവും തണുപ്പേറിയതും വരണ്ടതുമായ ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. ഓർത്തിരിക്കണം, ഭൂമിയിലെ ഏറ്റവും തണുപ്പേറിയത് നിങ്ങൾ കണ്ടല്ലോ പിക്ചറിൽ, നല്ല മഞ്ഞ് മൂടിയ സ്ഥലമാണ് ഇത് അന്റാർട്ടിക്ക. പിന്നെ ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡവും അന്റാർട്ടിക്കയാണ്. അതേപോലെ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. എഴുതി വെക്കണേ. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. ഭൂമിയുടെ ദക്ഷിണ ധ്രുവം സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് അന്റാർട്ടിക്ക. സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, ഈ അന്റാർട്ടിക്കയിൽ മനുഷ്യവാസമുണ്ടോ? ഇല്ല. കാരണം എന്താ? സ്ഥിരമായി മനുഷ്യവാസം ഇല്ലാത്തതിന് കാരണം അവിടെ എപ്പോഴും എന്താണ്? തണുപ്പാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? മനുഷ്യർക്ക് താമസിക്കാനുള്ള ഒരു കാലാവസ്ഥയല്ല അവിടെയുള്ളത്. അതുപോലെ ശാസ്ത്രജ്ഞന്മാരുടെ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നുണ്ട്. പുൽമേടുകൾ കാണാത്ത ഏക ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്കയാണ്. ഓർത്തിരിക്കുക, എന്താ പറഞ്ഞത്? പുൽമേടുകൾ കാണാത്ത ഏക ഭൂഖണ്ഡം, ഉരകങ്ങളില്ലാത്ത വൻകര, അതുപോലെ പെൻഗിനുകൾ കാണപ്പെടുന്ന വൻകര എന്നൊക്കെ അന്റാർട്ടിക്ക അറിയപ്പെടുന്നുണ്ട്. ശാസ്ത്രജ്ഞന്മാരുടെ ഭൂഖണ്ഡം, വെളുത്ത ഭൂഖണ്ഡം, പുൽമേടുകൾ കാണാത്ത ഏക ഭൂഖണ്ഡം. കാരണം എന്താ? അവിടെ തണുപ്പായതുകൊണ്ട് പുൽമേടുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഉരകങ്ങളില്ലാത്ത വൻകരയാണ് അന്റാർട്ടിക്ക. പെൻഗിനുകൾ കാണപ്പെടുന്ന വൻകരയാണ് അന്റാർട്ടിക്ക. ഇത്രയും പോയിന്റ്സ് നിർബന്ധമായിട്ടും ഓർത്തിരിക്കുക. അതേപോലെ ഇത് കണ്ടെത്തിയത് ആരാണ്? കണ്ടെത്തിയത് നമ്മൾ പറഞ്ഞു മെർസാറ്റർ കൂപ്പറാണ്. പക്ഷെ അവിടെ ആദ്യമായിട്ട് എത്തിയത് ആരാണ്? അവിടെ ആദ്യമായിട്ട് എത്തിയ വ്യക്തി ആരാ? അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തിൽ ആദ്യമായി എത്തിയ വ്യക്തി ജോൺ ഡേവിസ് ആണ്. എഴുതി വെക്കണേ, ജോൺ ഡേവിസ് ആണ് എത്തിയിട്ടുള്ളത്. അതേപോലെ അന്റാർട്ടിക്കയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് വിൻസൺ മാസിഫ്. ഓർത്തിരിക്കുക, ഏറ്റവും മുകളിലാണ്. അപ്പം മുകള് മാസിഫ്, അങ്ങനെ കറക്റ്റ് ചെയ്യുക. അന്റാർട്ടിക്കയിലെ ഉയർന്ന കൊടുമുടി വിൻസൺ മാസിഫ്. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, അന്റാർട്ടിക്കയിലെ ഏക സജീവ അഗ്നിപർവ്വതമാണ് മൗണ്ട് എറിബസ്. ഒരു എറിബറിയാണെന്ന് ഓർത്തിരിക്കുക. അന്റാർട്ടിക്കയിലെ ഏക സജീവ അഗ്നിപർവ്വതമാണ് മൗണ്ട് എറിബസ്. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ തടാകമാണ് ഇത്? വോസ്റ്റോക്ക് തടാകം. എഴുതി വെക്കണേ, PSC ചോദിച്ചതാണ്. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? വോസ്റ്റോക്ക് തടാകം. സെറ്റാണല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത് പറയാണ്, അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തിൽ ആദ്യമായി എത്തിയ വ്യക്തി ജോൺ ഡേവിസ് ആണ്. അന്റാർട്ടിക്കയിലെ ഉയർന്ന കൊടുമുടി ഏതാണ്? വിൻസൺ മാസിഫാണ്. അന്റാർട്ടിക്കയിലെ ഏക സജീവ അഗ്നിപർവ്വതമാണ് മൗണ്ട് എറിബസ്. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ തടാകം വോസ്റ്റോക്ക് തടാകമാണ്.
അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ പര്യവേഷണ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചത്. ആൻസർ ദക്ഷിണ ഗംഗോത്രി എന്നായിരുന്നു. ഓർത്തിരിക്കുക. അന്റാർട്ടിക്ക ഏകദേശം ഇതുപോലെയാണ് കാണുന്നത്. ഇതാണ് അന്റാർട്ടിക്കൻ്റെ ഒരു പിക്ചറാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ള അവിടെ പ്രദേശങ്ങളെ. നല്ല ഭംഗിയാണല്ലേ കാണാൻ, നമുക്ക് കാണുമ്പോൾ പോയി നോക്കാനൊക്കെ തോന്നും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അന്റാർട്ടിക്കയിൽ. അപ്പോൾ ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ പര്യവേഷണ കേന്ദ്രങ്ങൾ പഠിക്കാൻ ഒരു കോഡ് ഉണ്ട് കേട്ടോ. ആ കോഡ് പറഞ്ഞുതരാം. ആദ്യം ഏതൊക്കെയെന്ന് പഠിച്ചാലോ? ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി. എങ്ങനെ ഓർത്തിരിക്കുക? ഗംഗ ഈസ് മൈ ഭാര്യ, അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. എന്താണ് കോഡ്? ഗംഗ ഈസ് മൈ ഭാര്യ. അപ്പം ഗംഗ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദക്ഷിണ ഗംഗോത്രി. ഈ ഗംഗ ഉണ്ടല്ലോ, അതിനെ കണക്ട് ചെയ്യുക ഗംഗയായിട്ട്. ഗംഗ എൻ്റെ ഭാര്യയാകുന്നു. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്താൽ നമുക്ക് ആ ഒരു കോഡ് കിട്ടും. ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ പര്യവേഷണ കേന്ദ്രങ്ങളാണ് ഗംഗ ഈസ് മൈ ഭാര്യ, അതൊരു കോഡാണ്. അപ്പോൾ ഗംഗ എന്ന് പറയുന്നത് എന്താണ്? ദക്ഷിണ ഗംഗോത്രി. പിന്നെ മൈ എന്നുള്ളത് എന്താണ്? മൈത്രി. ഈ മൈത്രീൻ്റെ മൈ എടുക്കട്ടോ. അപ്പോൾ മൈത്രി. ഭാര്യ എന്നുള്ളത് ഭാരതി, ഓർത്തിരിക്കുക. അപ്പോൾ ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി എന്നിവയാണ് ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ പര്യവേക്ഷണ കേന്ദ്രങ്ങൾ. ഓർത്തിരിക്കണം. ദക്ഷിണ ഗംഗോത്രി എന്നാണ് വന്നത്? 1984 കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ പര്യവേക്ഷണ കേന്ദ്രം ഏതാ? ഗവേഷണ കേന്ദ്രമാണ് ദക്ഷിണ ഗംഗോത്രി. ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ ആദ്യ പര്യവേക്ഷണ കേന്ദ്രമാണ് ദക്ഷിണ ഗംഗോത്രി. അത് ഓർത്തിരിക്കുക. എന്നാണ് വന്നത്? 1984 ദക്ഷിണ ഗംഗോത്രി വന്നിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തേതാണ് മൈത്രി, 1989. ഒന്ന് 1984. പിന്നെ അടുത്തത് എത്ര? 1989. പിന്നെ ഭാരതി വന്നത് 2012. ഭാരതി വന്നെന്നാണ് 2012. അവ നോക്കൂ, അടുത്തൊരു പോയിന്റ് നോക്കൂ. ഇന്ത്യക്ക് പുറത്ത് നിലവിലുണ്ടായിരുന്ന ഇന്ത്യയുടെ ഏക തപാൽ ഓഫീസായ ദക്ഷിണ ഗംഗോത്രി സ്ഥാപിതമായത് 1983. അതായത് ഈ ദക്ഷിണ ഗംഗോത്രിയിൽ എന്തുണ്ട്? ഒരു തപാൽ ഓഫീസ് ഉണ്ട്. ദക്ഷിണ ഗംഗോത്രിയിൽ അത് സ്ഥാപിതമായത് 1983. പര്യവേഷണ കേന്ദ്രമായിട്ടുള്ള ദക്ഷിണ ഗംഗോത്രി സ്ഥാപിതമായത് 1983. പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് 1983. ഓർത്തിരിക്കണം കേട്ടോ. തപാൽ ഓഫീസ് ദക്ഷിണ ഗംഗോത്രി സ്ഥാപിതമായ വർഷം 1983. ഇന്ത്യക്ക് പുറത്ത് നിലവിലുണ്ടായിരുന്ന ഇന്ത്യയുടെ ഏക തപാൽ ഓഫീസാണ് ദക്ഷിണ ഗംഗോത്രി. ഇത് സ്ഥാപിതമായത് 1983. ദക്ഷിണ ഗംഗോത്രി പ്രവർത്തനം ആരംഭിച്ചതാണ് എന്ന് 1984 ഫെബ്രുവരി 24. ദക്ഷിണ ഗംഗോത്രി പ്രവർത്തനം ആരംഭിച്ചതാണ് 1984 ഫെബ്രുവരി 24. കാരണം നമ്മളിവിടെ പറഞ്ഞില്ലേ, ദക്ഷിണ ഗംഗോത്രി നിലവിൽ വന്നത് 1984. അതുപോലെ തന്നെ ഈ ദക്ഷിണ ഗംഗോത്രിയാണ് നമ്മളെ ഇന്ത്യക്ക് പുറത്ത് നിലവിലുണ്ടായിരുന്ന ഇന്ത്യയുടെ ഏക തപാൽ ഓഫീസാണ് ഏത്? ദക്ഷിണ ഗംഗോത്രി. അത് നിലവിൽ വന്നത്, സ്ഥാപിതമായത് 1983, നിലവിൽ വന്നത് 1984 ഫെബ്രുവരി 24. മറന്നുപോയത്, സ്ഥാപിതമായതാണ് 1983. സ്ഥാപിതം എന്ന് പറയുമ്പോൾ എഴുതലെങ്ങനെ? ഇങ്ങനെയല്ല എഴുതുക. അത് 3 പോലല്ലേ? ഇത് 3 പോലല്ലേ? അപ്പം എന്തോർത്തിരിക്കുക? 1983 സ്ഥാപിതമായി. പിന്നെ പ്രവർത്തനം ആരംഭിച്ചത് 1984. ഓർത്തിരിക്കുക. ദക്ഷിണ ഗംഗോത്രിയുടെ പിൻകോഡിന് സമാനമായ പിൻകോഡുള്ള ഇന്ത്യൻ നഗരം ഏതാണെന്ന് ചോദിക്കുമോ? ദക്ഷിണ ഗംഗോത്രിയുടെ പിൻകോഡിന് സമാനമായ പിൻകോഡുള്ള ഇന്ത്യൻ നഗരമാണ് പനാജി. ഓർത്തിരിക്കുക. പിൻകോഡ് പനാജി, അങ്ങനെ കണക്ട് ചെയ്യല്ലോ. പിൻകോഡ് പനാജി. ഈ ദക്ഷിണ ഗംഗോത്രിയുടെ അതേ പിൻകോഡാണ് ആർക്കുള്ളത്? പനാജിക്കുള്ളത്. പനാജി ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓർത്തിരിക്കണം, ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്നും ആദ്യത്തെ അന്റാർട്ടിക് പര്യവേഷണ സംഘം പുറപ്പെട്ട വർഷം. ഇന്ത്യയിൽ നിന്നും എങ്ങോട്ട് പോയിട്ടുണ്ട്? അന്റാർട്ടിക്കയിൽ പോയിട്ടുണ്ട്. അന്റാർട്ടിക് പര്യവേഷണ സംഘം പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് 1981 പോയിട്ടുള്ളത്. 1981 ഡിസംബറിലാണ് പോയത്. ഓർത്തിരിക്കണം. ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക്കൻ പര്യവേഷണ സംഘത്തെ നയിച്ചതാര? അതായത് 1981 ഡിസംബറിൽ വരെ പോയി എന്ന് പറഞ്ഞു. ആ ഒരു ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് പര്യവേഷണമാണല്ലോ അത്. ആ സംഘത്തെ നയിച്ചതാരാണ്? ഡോക്ടർ SZ കാസിമാണ്. ഓർത്തിരിക്കാൻ. നയിച്ചതാരാണ്? കാസിമാണ്. ഓർത്തിരിക്കണേ.
അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ അന്റാർട്ടിക് പര്യവേഷണ സംഘത്തിൻ്റെ തലവനാരാ? VK റെയ്ന ആണ്. റെയ്ന 2 അങ്ങനെ ഓർത്തിരിക്കുക. റെയ്ന എന്ന് പറയുമ്പോൾ നമുക്ക് 2 ആണെന്ന് ഓർത്തൂടെ. 2 അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തേത് കാസിമാണ്, SZ കാസിമും. രണ്ടാമത്തേത് ഇന്ത്യയുടെ രണ്ടാമത്തെ അന്റാർട്ടിക് പര്യവേഷണ സംഘത്തിൻ്റെ തലവന് VK റെയ്നയായിരുന്നു. VK റെയ്ന. സെറ്റാണല്ലോ. അങ്ങനെ അടുത്ത് നോക്കൂ, ഇന്ത്യയുടെ ധ്രുവ പര്യവേക്ഷണങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം. ഇന്ത്യയുടെ ധ്രുവ പറഞ്ഞാൽ ദക്ഷിണ ധ്രുവം ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവം നമ്മൾ പറഞ്ഞല്ലോ. ഇതാണ് നമ്മളെ ഭൂമിയും അതേപോലെ ഇന്ത്യൻ്റെ ആണ് ഇവിടെ പറയുന്നത്. ഭൂമിൻ്റെ ഉത്തര ധ്രുവം മുകളിലും ദക്ഷിണ ധ്രുവം താഴെയാണ്. അപ്പോൾ ഇന്ത്യയുടെ ധ്രുവ പരീക്ഷണങ്ങളുണ്ടല്ലോ, ഇന്ത്യയുടെ ധ്രുവ പര്യവേക്ഷണങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനമാണ് നാഷണൽ സെൻറ്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച്. ഓർക്കുക കേട്ടോ, നാഷണൽ NCPOR, നാഷണൽ സെൻറ്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച്. നാഷണൽ സെൻറ്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച് എന്നാണ്. ഓക്കെ, NCPORൻ്റെ ആസ്ഥാനം എവിടെയാണ്? വാസ്കോഡ ഗാമയാണ് ആസ്ഥാനം. ഗോവയിൽ സ്ഥിതി ചെയ്യുന്ന വാസ്കോഡ ഗാമയാണ്. അപ്പം നമ്മളോട് ചോദിക്കും, വാസ്കോഡ ഗാമൻ്റെ പേരിലുള്ള സ്ഥലം എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഗോവയിലാണ് NCPORൻ്റെ ആസ്ഥാനം. അപ്പോൾ ഒന്നും കൂടി NCPORൻ്റെ ഫുൾ ഫോം പറയൂ. നാഷണൽ സെൻറ്റർ ഫോർ, C ഫോർ സെൻറ്റർ ആണ് കേട്ടോ, സെൻറ്റർ ഫോർ പോളാർ എന്ന് പറയുമ്പോൾ ധ്രുവം എന്ന് പറയില്ലേ, പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ച്. ഇതിൻ്റെ ആസ്ഥാനം വാസ്കോഡ ഗാമയാണ്, ഗോവയിൽ. വാസ്കോഡ ഗാമ എന്നുള്ളതിൽ തന്നെ എന്തുണ്ട്? ഒരു ഗോവ ഇല്ലേ? ഗാമ എന്നുള്ളതിൽ തന്നെ ഗോവ ഉണ്ട്. അങ്ങനെ അത് ഓർത്തിരിക്കുക. സെറ്റാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യ ആർട്ടിക് പര്യവേഷണ കേന്ദ്രം ഏതാ? ഹിമാദ്രിയാണ്. ഇന്ത്യയുടെ ആദ്യ ആർട്ടിക് പര്യവേഷണ കേന്ദ്രം ചോദിക്കുകയാണെങ്കിൽ ഹിമാദ്രിയാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് എന്താണ്? അന്റാർട്ടിക്കയാണ്. ആർട്ടിക് ചോദിക്കുകയാണെങ്കിൽ ഹിമാദ്രിയാണ്. ഹിമാദ്രി ഓർത്തിരിക്കണേ. സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 5ാമത്തെ ക്വസ്റ്റ്യൻ. 4ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു. ഇതിൻ്റെ ആൻസർ ഇപ്പം നിങ്ങൾക്ക് കിട്ടുമല്ലോ. ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ദക്ഷിണ ഗംഗോത്രി. സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ 5ാമത്തേതാണ് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഇന്ത്യയിലെ ചുരങ്ങളാണ് കേട്ടോ പറയുന്നത്. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഇത് ഞാനൊരു കോഡ് പറഞ്ഞുതരാം കേട്ടോ. ഇത് നമുക്ക് കോഡിലൂടെ പഠിക്കാം. ചുരങ്ങളൊക്കെ നമുക്ക് കോഡാക്കി സെറ്റാക്കാം. നിങ്ങൾ നോക്കൂ, സിക്കിം എന്ന് പറയുമ്പോൾ അതിലെന്തുണ്ട്? ഒരു സിക്ക് ഉണ്ട്. സിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? രോഗം എന്നല്ലേ. സിക്ക് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതും, അതിൻ്റെ മലയാളം എന്താണ്? രോഗം എന്നാണ്. പിന്നെ ടിബറ്റ് നമുക്ക് എന്താക്കാം? ടാബ്ലറ്റ് എന്നാക്കാം കേട്ടോ. ടാബ്ലറ്റ് ജസ്റ്റ് കോഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ടാബ്ലറ്റ് എന്ന് ഓർത്തിരിക്കുക. ടിബറ്റ് ടാബ്ലറ്റ്, അതായത് മെഡിസിന്. പിന്നെ അപ്പോൾ നോക്കൂ, നമ്മളെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും അസുഖമാവുകയാണെങ്കിൽ, സിക്ക് ബാധിക്കുകയാണെങ്കിൽ നമുക്ക് ആരാ മരുന്നൊക്കെ കൊണ്ടുതരിക? നമ്മളെ നാഥനാണ്. അതായത് ഗുരുനാഥനൊക്കെയാണ് അല്ലേ. ആരെ കൊണ്ടുവരിക? നമ്മളെ ഗൃഹനാഥൻ കൊണ്ടുവരും. ഗൃഹനാഥൻ എന്ന് പറയുമ്പോൾ നമ്മൾ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ആരെങ്കിലും കൊണ്ടുവരും. അപ്പോൾ നമ്മളെ നാഥനല്ലേ കൊണ്ടുവരുന്നേ. അപ്പോൾ സിക്ക് ബാധിച്ചാൽ ടാബ്ലറ്റ് ആര് കൊണ്ടുവരും? നാഥൻ കൊണ്ടുവരും. സിക്ക് ബാധിച്ചാൽ ടാബ്ലറ്റ് കൊണ്ടുവരുന്നത് ആരാണ്? നമ്മൾ നാഥനാണ്. അപ്പോൾ നാഥുല ചുരം കണക്ട് ചെയ്യല്ലോ. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം. സെറ്റായോ? ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ലിപ്പു ലേഖ് ചുരം ഏതിനൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത്? നമ്മൾ ഉത്തരം ഏതുകൊണ്ടാണ് പറയാം? നമ്മൾ ചുണ്ടുകൊണ്ടല്ലേ. ചുണ്ടിന് നമ്മളെന്ത് പറയും? ലിപ്പ് എന്നല്ലേ പറയാം. അപ്പോൾ ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കണതാണ് ഏത്? ലിപ്പു ലേഖ് ചുരം. എങ്ങനെ ഓർത്തിരിക്കുക? നമ്മൾ ലിപ്പ് കൊണ്ടല്ല ഉത്തരം പറയുന്നത്. അതുപോലെ തന്നെയല്ലേ ലിപ്പ് കൊണ്ട് തന്നെയാണ് നമ്മൾ ടീ കുടിക്കുന്നത്. ചായ കുടിക്കുന്നത്. അപ്പോൾ ടീ എന്നുള്ളത് ടിബറ്റായിട്ട് കണക്ട് ചെയ്യല്ലോ. അപ്പം നാഥുലാചുരം എന്ന് പറഞ്ഞാൽ നാഥനെ ആണ് നമുക്ക് എന്ത് ചെയ്യുക? അസുഖം വരുമ്പോൾ ടാബ്ലറ്റ് എടുത്ത് തരിക. അപ്പം നാഥുലാചുരം. ടിബറ്റ് ടു ഏതാണ്? സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കണതാണ്. ലിപ്പു ലേഖ് ചുരം ഏതാണ്? ലിപ്പു ലേഖ് ചുരം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നതാണ്. ഷിപ്കില ചുരം ഏതാണ്? ഷിപ്കില ചുരം എന്ന് പറയുന്നത് നമ്മളെ ടിബറ്റിനെയും ഹിമാചൽ പ്രദേശിനെയും ബന്ധിപ്പിക്കുന്നതാണ്. ഇത് ഷിപ്കില ചുരം. എങ്ങനെ ഓർത്തിരിക്കുക? നമുക്ക് ഈ ഷിപ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഏത് ഷിപ്പിനെ ഓർമ്മ വരിക? ടൈറ്റാനിക് അല്ലേ. അപ്പോൾ ടൈറ്റാനിക്കിൻ്റെ ടീയും ടിബറ്റുമായിട്ട് കണക്ട് ചെയ്യുക. ടൈറ്റാനിക്കിൻ്റെ ടീയും ടിബറ്റുമായിട്ട് കണക്ട് ചെയ്യുക.
അപ്പോൾ ടൈറ്റാനിക് പറയുമ്പോൾ നമുക്ക് ഷിപ്പ് കിട്ടും. പിന്നെ ടൈറ്റാനിക്കിൻ്റെ ടി ടിബറ്റിനെയും പിന്നെ ഏതിനെയാണ് ഈ ഹിമാചൽ പ്രദേശിനെയും ഹിമം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ടൈറ്റാനിക് ഏതുമേൽ ഇടിച്ചിട്ടാണ് വീണത്? ടൈറ്റാനിക് നശിച്ചത് എന്താണ്? ഒരു വലിയ ഒരു ഹിമപ്പാളിമേൽ വലിയൊരു മഞ്ഞുകട്ടമേൽ ഇടിച്ചിട്ടാണ്. അപ്പോൾ മഞ്ഞുകട്ട എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഹിമത്തിന് ഓർമ്മ വരുമല്ലോ. അപ്പോൾ ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നതാണ്. ടിബറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഷിപ്പ്, ടൈറ്റാനിക്കിൻ്റെ ടി ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ടൈറ്റാനിക് പറയുമ്പോൾ ടിബറ്റിനെയും ഹിമാചൽ പ്രദേശിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഷിപ്കില ചുരം. അതും സെറ്റാണല്ലോ, അതും പെട്ടെന്ന് നമുക്ക് ക്ലിയർ ആവും. പിന്നെ അടുത്തത് സോജില ചുരം എന്ന് പറയുമ്പോൾ നമുക്ക് സോജില എന്നുള്ളൊരു സ്ത്രീയാണെന്ന് വിചാരിക്കുക. ആ സ്ത്രീക്ക് എന്താണ്? കാർഷിക അവാർഡ് കിട്ടിയെന്ന് ഓർത്തിരിക്കുക. കാർഷിക അവാർഡ്. അപ്പോൾ എന്താണ്? സോജില കാർഗിൽ ടു ശ്രീനഗർ. കാർഷിക അവാർഡ് എന്നല്ലേ? അപ്പോൾ കാർഷിക അവാർഡ് എന്നുള്ളതിൽ നിന്ന് കിട്ടും. സോജില എന്നുള്ള ഒരു പെൺകുട്ടിക്ക് എന്ത് കിട്ടി? കാർഷിക അവാർഡ് എന്നിങ്ങനെ ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പോൾ കാർഗിൽ ടു ശ്രീനഗർ വരെയാണ് എന്ത് ബന്ധിപ്പിക്കുന്നത്? സോജില ചുരം ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, ഇത്രയും സെറ്റാണോ? ഇത്രയും ചുരങ്ങൾ സെറ്റാണെന്ന് വിചാരിക്കുന്നു. നാഥുല ചുരം, ലിപ്പുലേഖ് ചുരം, ഷിപ്കില ചുരം, സോജില ചുരം കണക്ട് ചെയ്യാൻ ഞാൻ എന്താ പറഞ്ഞത്? സോജില എന്ന സ്ത്രീക്ക് കാർഷിക അവാർഡ് കിട്ടി. അപ്പോൾ കാർഗിൽ ടു ശ്രീനഗർ, കാർഷികം എന്നുള്ളതിനെ ഉണ്ടല്ലോ കണക്ട് ചെയ്യുക. കാർഗിൽ ടു ശ്രീനഗർ വരെയാണ് ആര് ബന്ധിപ്പിക്കണേ? സോജില ചുരം ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ സോജില ചുരം ശ്രീനഗർ ടു ജമ്മു. നമ്മളെന്താ പറഞ്ഞത്? കാർഷിക അവാർഡ് കിട്ടിയെന്ന്. അപ്പോൾ ഈ കാർഗിൽ ചുരം എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലുള്ളതാണ്, അതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കാർഗിൽ ടു ശ്രീനഗർ, കാർഗിൽ എന്ന് പറയുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിലുള്ളതാണ്. ഇത് കാർഗിൽ എന്ന സ്ഥലം, അതുകൊണ്ടാണ് അവിടെ ജമ്മു എന്ന് കൊടുത്തത്. അപ്പോൾ ശ്രീനഗർ ടു ജമ്മു എന്ന് കൊടുത്താലും ശ്രീനഗർ ടു കാർഗിൽ എന്ന് കൊടുത്താലും മാറിപ്പോയത് സോജില ചുരമാണ്. അടുത്തത് നാഥുല ചുരം. നമ്മൾ പറഞ്ഞല്ലേ, നാഥൻ എന്താണ്? സിക്ക് വന്നാൽ ടാബ്ലറ്റ് എടുത്ത് തരുമെന്ന്. പിന്നെ ഷിപ്കില ചുരം നമ്മൾ പറഞ്ഞു ഹിമാചൽ ടു ടിബറ്റ്. എന്താ പറഞ്ഞത്? ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ടിബറ്റിൻ്റെ ടി എന്താണ്? ടൈറ്റാനിക്കുമായിട്ട് കണക്ട് ചെയ്യുക. ടൈറ്റാനിക് ഹിമത്തുമലാണ് പോയി ഇടിച്ചിട്ടുള്ളത്. ടൈറ്റാനിക് എന്ന് പറഞ്ഞ ഒരു ഷിപ്പാണ്, അത് കണക്ട് ചെയ്യും. പിന്നെ അടുത്തത് ബനിഹാൾ ചുരം. അടുത്ത ചുരമാണ് ബനിഹാൾ ചുരം, ജമ്മു ടു ശ്രീനഗർ. ബനിഹാൾ ചുരം എന്താണ്? ബനിഹാൾ ചുരം എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ ടു ശ്രീനഗറാണ്. അപ്പം അമ്മയ്ക്ക് എന്തോ ഓർത്തിരിക്കാം? ഒരു പെൺകുട്ടി എന്താണ്? ജിമ്മിന് പോവാണ്. ഒരു പെൺകുട്ടി എന്നുള്ളത് നമ്മളെന്താ പറയുക? സ്ത്രീ എന്നല്ലേ പറയാം. അപ്പോൾ സ്ത്രീ എന്ന് ഓർത്തിരിക്കുക. സ്ത്രീ എന്തിന് പോവാണ്? ജിമ്മിന് പോവാണ്. ജിമ്മിനുള്ള എക്സസൈസൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. എന്തിട്ടാ പോണേ? ഒരു ബനിയൻ ഇട്ടിട്ടാണ് പോകുന്നത് എന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുക. ശ്രീ എങ്ങോട്ടാണ് പോകുന്നത്? ജിമ്മിന് പോവാണ്. അപ്പോൾ ജമ്മു കാശ്മീർ ടു ശ്രീനഗർ എന്തിട്ടിട്ടാണ് പോകുന്നത്? ബനിയനൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. ജിമ്മിന് പോകുമ്പോൾ നമ്മൾ നല്ല ഉടുപ്പൊന്നും ഇട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ കണക്ട് ചെയ്യുക. ബനിഹാൾ ജമ്മു കാശ്മീർ ടു ശ്രീനഗർ ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അടുത്തത് ഖൈബർ ചുരം എന്താണ്? പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ബന്ധിപ്പിക്കുന്നതാണ് ഖൈബർ ചുരം. ഇത് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. ജസ്റ്റ് ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണെ, നമ്മൾ പിന്നെ മുസ്ലിം സമുദായത്തിലൊക്കെ എന്ത് പറയാറുണ്ട്? ഖബർ എന്ന് പറയാറില്ലേ? ഖബറിലാണ് നമ്മൾ ആഹിറം പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ലോകം, അങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്യുക. അപ്പോൾ അഫ്ഗാൻ എന്ന് പറയുമ്പോൾ ആഹിറം ഓർത്ത് വെക്കുക. അപ്പോൾ ഖബറിലേക്കാണ് നമ്മളെന്ത് ചെയ്യുന്നത്? ആഹിറത്തിലേക്കും വേണ്ടിയിട്ട് പാർക്കാൻ പോകുന്നത്. അപ്പോൾ പാർക്കുക മീൻസ് താമസിക്കുക, പാർക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പാകിസ്ഥാനാണ്. ആഹിറം എന്നുള്ളതിന് അഫ്ഗാനിസ്ഥാൻ എന്ന് കിട്ടും, ഖബർ എന്നുള്ളത് ഖൈബർ എന്ന് കിട്ടും. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണേ, അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താലും മതി. ഈ പാകിസ്ഥാനുള്ളവരും അഫ്ഗാനിസ്ഥാനുള്ളവരും എന്താണ്? കാണുമ്പം കൈ കൊടുക്കുകയാണ്. അപ്പോൾ കൈ കൊടുക്കുക എന്നുള്ളത് ഖൈബർ എന്ന് ഓർത്തിരിക്കുക. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അത് കിട്ടുമല്ലോ. അപ്പോൾ ഖൈബർ ചുരം ഏതാണ്? പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ബന്ധിപ്പിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. പിന്നെ അടുത്തതാണ് ലിപ്പുലേഖ് ചുരം. അത് നമ്മൾ പറഞ്ഞു ഉത്തരാഖണ്ഡ് ടു ടിബറ്റ്. നമ്മൾ ഉത്തരം പറയുന്നത് എന്താണ്? ഉത്തരം പറയുന്നത് ലിപ്പ് കൊണ്ടാണ്. പിന്നെന്ത് പറഞ്ഞു? ടിബറ്റ് ഉത്തരം നമ്മൾ ടീ കുടിക്കുന്നതും എന്തുകൊണ്ടാണ്? ചുണ്ടുകൊണ്ടാണ്, ലിപ്പ് കൊണ്ടാണ്. ഓർത്തിരിക്കുക. ലിപ്പുലേഖ് ചുരം ഉത്തരാഖണ്ഡ് ടു ടിബറ്റ്. നെക്സ്റ്റ് ബോർഗണ്ട് ചുരം. ബോർഗട്ട് അല്ലെങ്കിൽ ബോർഗണ്ട് എന്ന് പറയും കേട്ടോ. ബോർഗട്ട് ചുരം.
മുംബൈ ടു പൂനെയാണ്. അപ്പോൾ എന്തോർത്തിരിക്കാം നമുക്ക്, ഇത് മാച്ചൊക്കെ നടക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ മുംബൈയും പൂനെ എന്ന് പറയുന്നത് ഒരേ പ്രദേശത്തുള്ള സ്ഥലങ്ങളാണ്. മുംബൈ പൂനെ മഹാരാഷ്ട്രയിലുള്ള സ്ഥലമാണിത്, മുംബൈ പൂനെ. അപ്പോൾ ഇവർ കളിക്കുമ്പോൾ ഉണ്ടല്ലോ മാച്ചിൽ ഇവർ രണ്ടാളും ഒരു സംസ്ഥാനത്തിൻ്റെ തന്നെയാണല്ലോ, മഹാരാഷ്ട്രയിലാണ് ഇവർ മഹാരാഷ്ട്ര ടീമിലാണല്ലോ ഇവർ കളിക്കുന്നത്, മുംബൈ പൂനെയും. ജസ്റ്റ് എന്നാണ് കണക്ട് ചെയ്ത് നോക്കൂ, ഈ മുംബൈയും പൂനെ എന്ന് പറയുന്നത് ഒരേ രാജ്യക്കാരാണ്, ഒരേ സംസ്ഥാനത്തുള്ളവരാണ്. അപ്പോൾ ഇവരൊരു മാച്ചിൽ കളിക്കുമ്പം എന്താ, അവർ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് കളിക്കുക. കാരണം എന്താ, ഒരേ പ്രദേശത്തുള്ളവരായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കളി കാണാൻ വേണ്ടിയിട്ട്, ആ ഒരു മാച്ച് കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഒരു ബോറേക്കരം. കാരണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കളിക്കാവും, അപ്പോൾ ഒരു ബോറേക്കരം എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ മുംബൈയും പൂനെ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. അപ്പോൾ ഒരേ സ്ഥലങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരേ സംസ്ഥാനത്തുള്ള പ്രദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കുമ്പം എന്താ, കുറച്ച് ബോറാണെന്ന് ഓർത്തിരിക്കുക. അങ്ങനെ നമുക്ക് ബോർഗട്ട് ചുരമാണെന്ന് കിട്ടും. അടുത്തത് താൽഗട്ട് മുംബൈ ടു നാസിക്കാണ് കേട്ടോ, താൽഗട്ട് ചുരം. അടുത്ത ചുരമാണ് താൽഗട്ട് ചുരം, മുംബൈ ടു നാസിക്ക്. ഇത് ഏതിനൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത്? താൽഗട്ട് ചുരം മുംബൈനെയും നാസിക്കിനെയും ബന്ധിപ്പിക്കുന്നതാണ് താൽഗട്ട് ചുരം. എങ്ങനെ കണക്ട് ചെയ്യാം? താലി എന്നുള്ളതിന് താലി കെട്ടുക നോക്കുക, താലി കെട്ടുക, വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് താലി കെട്ടുമല്ലോ. താലി കെട്ടുന്നതിൻ്റെ മുമ്പുണ്ടല്ലോ, ഒരു ശ്വാസം വിടലല്ലേ, എന്തൊക്കെയാവും നെക്സ്റ്റ് എന്നുള്ളൊരു ശ്വാസം വിടലാണ്. ശ്വാസം വിടുക എന്ന് പറയുമ്പോൾ മൂക്കിലൂടെ അല്ലേ ശ്വാസം എടുക്കുക. മൂക്കിനെന്താ പറയുക സയൻസിൽ? നാസാദ്വാരം അല്ലേ. അപ്പോൾ ആ നാസിക്കായിട്ട് കണക്ട് ചെയ്തൂടെ. അപ്പോൾ താലി കെട്ടുമ്പം, അല്ലെങ്കിൽ താലി കെട്ടിക്കഴിഞ്ഞിട്ട്, താലി കെട്ടുമ്പോൾ എന്ന് ഓർത്തിക്കണം, താലി കെട്ടുന്നതിൻ്റെ മുമ്പ് എന്ന് ഓർത്താലേ കിട്ടുള്ളൂ കേട്ടോ. താലി കെട്ടുന്നതിൻ്റെ മുമ്പ് എന്താണ്? മുംബൈന്ന് കിട്ടും. പിന്നെന്താ, താലി കെട്ടുന്നതിൻ്റെ മുമ്പ് നാസാദ്വാരത്തിലൂടെ എന്ത് വരും? ശ്വാസം വരും. അപ്പം താൽഗട്ട് ചുരം മുംബൈ ടു നാസിക്കിനെ കണക്ട് ചെയ്യുന്നതാണ്, മുംബൈ ടു നാസിക്ക്. സെറ്റാണല്ലോ. അടുത്തത് ബോണ്ടില ചുരം ഏതിനൊക്കെ കണക്ട് ചെയ്യണം? ഇതിനൊരു കോഡ് പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഇഷ്ടാവോന്ന് അറിയൂല, ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. നമുക്ക് ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, കടയിൽ പോയിട്ട് നല്ല മസാല ബോണ്ടൊക്കെ തിന്നാൻ പറ്റുമോ? ടാബ്ലറ്റ് കഴിക്കുന്ന ഒരാൾ കടയിൽ പോയിട്ട് നല്ല മസാല ബോണ്ട തിന്നാൻ പറ്റുമോ? ഇല്ല, അരുത് ഓർത്തിരിക്കുക. ടാബ്ലറ്റ് കഴിക്കുന്ന ടൈമിൽ ബോണ്ട തിന്നരുത്. കണക്ട് ചെയ്യാൻ വേണ്ടി പറയാണ്. കോഡൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബോണ്ടില ചുരം എന്തിനൊക്കെ കണക്ട് ചെയ്യുന്നത്? ടിബറ്റ്, ടാബ്ലറ്റ് എന്നുള്ളത് ടിബറ്റ്, അരുത് അരുണാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നതാണ് ബോണ്ടില ചുരം. സെറ്റാണോ? ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും ചുരങ്ങൾ നിങ്ങൾക്ക് സെറ്റാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചുരങ്ങളെ ആ ഒരു ഭാഗം കഴിഞ്ഞില്ലേ. അപ്പം എന്തൊക്കെയാണ്? സോജില ശ്രീനഗർ ടു ജമ്മു കാശ്മീർ, നാദുല സിക്കിം ടു ടിബറ്റ്, ഷിപ്കില ഹിമാചൽ ടു ടിബറ്റ്, ബനിഹാൾ ജമ്മു ടു കാശ്മീർ ശ്രീനഗർ, കൈബർ പാകിസ്ഥാൻ ടു അഫ്ഗാനിസ്ഥാൻ, ലിപ്പുലേഖ് ഉത്തരാഖണ്ഡ് ടു ടിബറ്റ്, ബോർഗണ്ട് മുംബൈ ടു പൂനെ, താൽഗട്ട് മുംബൈ ടു നാസിക്ക്, ബോണ്ടില അരുണാചൽ ടു ടിബറ്റ്. സെറ്റല്ലേ? അപ്പം ഞാൻ ചോദിക്കട്ടെ, എന്താ ഈ ചുരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഉയരമേറിയ പർവ്വതങ്ങൾക്ക് കുറുകെയുള്ള പ്രകൃതിദത്തമായ വിടവുകളാണ് എന്ത്? ചുരങ്ങൾ. ഓർത്തിരിക്കുക. അതായത് ഇതിപ്പോൾ ഒരു പർവ്വതമാണ്, ഇതും ഒരു പർവ്വതമാണ്. ഇതിനിടയിലുള്ള കുറുകെയുള്ള വിടവാണ് എന്ത്? ചുരം എന്ന് പറയുന്നത്. ഉയരമേറിയ പർവ്വതങ്ങൾക്ക് കുറുകെയുള്ള പ്രകൃതിദത്തമായ വിടവുകളാണ് ചുരങ്ങൾ, അല്ലെങ്കിൽ മലപാതകൾ എന്ന് പറയും. ഓർത്തിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പൊതുഗതാഗത റോഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലേയിൽ നിന്നും പങ്കോങ് തടാകത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മളെന്ത് പറയും? ലേയിൽ നിന്നും പങ്കോങ് അല്ലെങ്കിൽ ലേയിൽ നിന്നും സിയാച്ചിനുമായി ബന്ധിപ്പിക്കുന്ന ചുരമായിട്ടുള്ള കാർത്തൂങ്ങല പാസ്സാണ് കേട്ടോ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ ചുരം. ഏതാണ്? കാർത്തുങ്ങില ചുരം. എഴുതിത്തരാ. കാർത്തുങ്ങില ചുരം.
ചുരം, കാർത്തൂങ്ങില ചുരം എന്നാണ് ആ ചുരം അറിയപ്പെടുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ ചുരം ഏതാണ്? കാർത്തൂങ്ങില ചുരം. അപ്പോൾ എങ്ങനെ ഓർത്തിരിക്കുക? നമ്മൾ കാറിലൊക്കെ അല്ലേ യാത്ര ചെയ്യുക, അപ്പോൾ ഗതാഗതം എന്ന് കിട്ടുമല്ലോ. കാറിലാണ് നമ്മൾ യാത്ര ചെയ്യുക, അപ്പോൾ ഗതാഗതം. അങ്ങനെ ഓർത്തിരിക്കുക. ലേ ടു സിയാച്ചിൻ വരെയാണ് അത് ബന്ധിപ്പിക്കുന്നത്. അങ്ങനെയും ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ എന്താണ്, നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഹലോ ലേ ഇങ്ങോട്ട് വരുമോ ഒരു സീറ്റ് തരുമോ എന്ന് ചോദിക്കും. ലേ സീറ്റ് തരുമോ? അപ്പോൾ സീറ്റ് സിയാച്ചിൻ, ലേ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കട്ടോ. സിയാച്ചിൻ ടു ലേ കണക്ട് ചെയ്യുന്നതാണ് കാർത്തൂങ്ങില ചുരം. പിന്നെ അടുത്തത്, ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാ? ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്ന് പറയുന്ന ചുരമാണ് ഏത്? ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരമാണ് ബോലാൻ ചുരം. ഓർത്തിരിക്കുക, ബോലാൻ ചുരം. ഈ ബോലാൻ ചുരം എങ്ങനെ ഓർത്തിരിക്കാം നമുക്ക്? നമ്മളെ ഇന്ത്യക്ക് ആരെങ്കിലും വരികയാണ്, അപ്പോൾ നമ്മളോട് ചോദിക്കും, ഞാൻ അങ്ങോട്ട് ക്യാരറ്റ് വയ്ക്കുമ്പോൾ ബോലോ പറയൂ എന്ന് പറയില്ലേ? അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടമാണ് ബോലാൻ ചുരം. അപ്പോൾ കേരളത്തിലേക്കുള്ള പ്രവേശന കവാടം ഏതാ? പാലക്കാട് ചുരമാണ് കേരളത്തിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം പാലക്കാട് ചുരമാണ്. ഡക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരം ഏതാ? ഡക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരമാണ് അസീർഗഡ് ചുരം. ഓർത്തിരിക്കുക, ഡക്കാന് ഗട്ട്, അസീർഗഡ് ചുരം. പിന്നെ ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാ? ചുരങ്ങളുടെ നാട് ലഡാക്കാണ്. ഓർത്തിരിക്കുക, ലഡാക്കാണ്. സെറ്റാണെന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കൂ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യന്, ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ഗതാഗത യോഗ്യമായ റോഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉംലിംഗ്ല ചുരത്തിലാണ് കേട്ടോ. ഉംലിംഗ്ല ഏറ്റവും ഉയരത്തിലാണ്. അപ്പോൾ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ റോഡ് എവിടെയാണ്? ഉംലിംഗ്ല ചുരം. ലഡാക്ക് മേഖലയിലെ ചിംസുലെ പിന്നെ ഡംചോക്ക് എന്നീ ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇത് ഉംലിംഗ്ല ചുരം. ജസ്റ്റ് ഓർത്തിരിക്കുക. സെറ്റാണല്ലോ. പിന്നെ 1959 ദലൈ ലാമ ടിബറ്റിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയ ചുരമാണ് ബംല ചുരം. ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, സെറ്റാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 2 ടോപ്പിക്കാണ് നമ്മൾ തീർത്തിട്ടുള്ളത്. ദക്ഷിണ ധ്രുവം, അതേപോലെ അന്റാർട്ടിക്ക, ആർട്ടിക്ക, പിന്നെ ഇപ്പം നമ്മൾ ചുരങ്ങൾ. അപ്പോൾ 2 ടോപ്പിക്ക് തീർന്ന് 2 ക്വസ്റ്റ്യൻസും തീർന്നിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു.